അപ്പോൾ നമ്മുടെ റിവേഴ്സ് ഇട്ട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. റിവേഴ്സ് ക്യാമറ പക്ക വർക്കാണ്. അത് ഒറിജിനൽ ക്യാമറ ആണ്. അത് കമ്പനി ആഡ് ചെയ്തിരിക്കുന്ന ക്യാമറ കേട്ടോ. നമ്മൾ എക്സ്ട്രാ വെച്ച ക്യാമറയും കാര്യങ്ങളൊന്നും അല്ല. അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു USB പോർട്ടും വർക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കണക്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ MLF ഫ്ലോർ മാറ്റ് അങ്ങനെ ഫുൾ ആഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ചെയ്തിരുന്നത് സാധാ വിനൈൽ ടൈപ്പ് തന്നെ, പക്ഷേ സ്റ്റിച്ചിങ് ടൈപ്പാണ്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. സാധാ നമ്മൾ പീസ് മാറ്റൊക്കെ ഇടുന്ന നടക്കാണ് ഇത് ആഡ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ അത് മാറ്റാണ് നമ്മൾ MLF ആക്കിയിരിക്കുന്നത്. MLF ആകുമ്പോൾ ആ പാട്ട് നമ്മൾ സീറ്റ് ബെൽറ്റിൻ്റെ ഹോളും പിന്നെ നമ്മൾ സീറ്റ് ബെൽറ്റിൻ്റെ അതായത് സെൻസറിൻ്റെ വയർ ആഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ഹോൾ ഇട്ടിരിക്കുന്നത്. എന്നാലും നമ്മൾ Dzire കണക്ടറും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കമ്പനി USB കണക്ട് ചെയ്യാനുള്ള കണക്ടറും അതേപോലെ തന്നെ നമ്മളെ കമ്പനി ക്യാമറ ആക്ടിവേറ്ററും കാര്യങ്ങളെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ ഒരു കപ്ലെയർ ഉണ്ട്, ഒരു ഗ്രീൻ കളർ കപ്ലെയർ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഈ ഒരു സംഭവം ആഡ് ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ ദിവസം സൺഡേ ആണ്, അതായത് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച നമ്മൾ സാധാരണ പൊതുവെ നമ്മുടെ ഷോപ്പ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ അർജൻറ്റ് വർക്ക് അതായത് ലോങ്ങിൽ നിന്നൊക്കെ വരും നമ്മളെ കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ചിട്ട് സൺഡേ വരും, സൺഡേ വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് തരാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ ഒരു വർക്കായിരുന്നു ഇന്നത്തെ വർക്കും. അതിനകത്ത് നമ്മൾ സീറ്റ് കവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീറ്റ് കവർ അവർ ഓർഡർ തന്നിട്ട് പോയിരിക്കണം. അപ്പോൾ സീറ്റ് കവർ നമുക്ക് ഇപ്പോഴും എന്തായാലും ഇല്ല. പിന്നെ നമ്മൾ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, MLF ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ് ബൾബ്, ബാക്ക് റിഫ്ലക്ടർ LED, ഇത്ര ഐറ്റംസാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ഡിസൈറിനകത്ത് ചെയ്ത വർക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പം നമ്മൾ സൺഡേ ഇതേപോലെ അർജൻറ്റ് വർക്കുകൾ അതേപോലെ ലോങ് എന്ന് പറയുന്ന കസ്റ്റമറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൺഡേ ഓപ്പൺ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിരിക്കും. അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും നമ്മൾ ഷിപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് അതുകൊണ്ട് ഫുൾ ലെവലിൽ നമ്മൾ ഷിപ്പിംഗ് ചെയ്തുകൊണ്ട് എല്ലാ പ്രോഡക്റ്റുകളും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അതേപോലെ തന്നെ നമുക്ക് നേരെ ഡിസൈറിൽ എന്തൊക്കെയാണ് വർക്കുകൾ ചെയ്തിരിക്കുക, എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ നമ്മൾ സാധാരണ ഓഫ് ഡേ ആണ്. അപ്പോൾ നമുക്ക് വർക്ക് വന്നുകൊണ്ട് വർത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് MLF ഫ്ലോർ മാറ്റും അതേപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് കേട്ടോ. അപ്പോൾ ആക്സസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. കമ്പനി സ്റ്റീരിയോ റിമൂവ് ചെയ്തിട്ടാണ്. സ്വിഫ്റ്റ് ഡിസയറാണ്, 2020 മോഡൽ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആക്സസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയും അതേപോലെ നമ്മുടെ ആൻഡ്രോയിഡ് 9 ഇഞ്ചിൻ്റെ ഫ്രെയിം എടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ ഇൻബിൽറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ക്യാമറ ആക്ടിവേറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. കമ്പനി സ്റ്റീരിയോ നമ്മൾ ആൻഡ്രോയിഡിലോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കണക്ടർ യൂസ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആൻഡ്രോയിഡ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1012 രൂപയാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മളെ കമ്പനി USB പോർട്ട് വർക്ക് ആവാനായിട്ടുള്ളൊരു കണക്ട് ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഏകദേശം 300 രൂപയാണ് ഇത് രണ്ടും കൂടെ വരുമ്പോൾ 1300 കേട്ടോ പ്രൈസ് വരുമ്പോൾ. അപ്പോൾ ആക്സസ് നമ്മൾ മുമ്പ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് നമ്മൾ പാർട്ടിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്സസിൻ്റെ ഒരുപാട് സ്റ്റീരിയോസും നമ്മളെ എടുത്തിരിക്കുന്നത് അവിടെ കണ്ടോ. ആക്സസിൻ്റെ ഒരു നേരെ തന്നെയുണ്ട്. അപ്പോൾ ആക്സസിൻ്റെ 1 ഇയർ എല്ലാ ആൻഡ്രോയിഡ് സ്റ്റീരിയോ 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കേട്ടോ വരുന്നത്. എൻ്റെ വാറണ്ടി കാർഡ് സ്റ്റീരിയോ ഉണ്ടോ. 2GB 16 ഒന്നെങ്കിൽ 2GB 16 എടുക്കുക, അല്ലെങ്കിൽ 4GB 32 എടുക്കുക, അല്ലെങ്കിൽ 4GB 64 എടുക്കുക. അതേ കുറഞ്ഞുള്ള മോഡൽ നോക്കില്ല, അല്ലെങ്കിൽ 2GB 16 തന്നെ മാക്സിമം എടുക്കുക. 2GB 32 ഒക്കെ എടുത്ത ലാഗും കാര്യങ്ങളൊക്കെ ലേശം കൂടുതലാണ് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ നമ്മൾ സാധാരണ വരുന്ന കണക്ക് ഉള്ള കണക്ടിവിറ്റീസുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മളെ GPS-ൻ്റെ ആൻറ്റിനയും അതേപോലെ തന്നെ ക്യാമറ കണക്ടിവിറ്ററും സബ് ഔട്ടും USB പോർട്ടും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ ഇതിൻ്റെ കൂടെ. പിന്നെ നമുക്കൊരു MLF ഫ്ലോർ മാറ്റും കൂടെ ചെയ്യാനുണ്ട് വണ്ടിക്കകത്ത്. അപ്പോൾ അതും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസും എടുക്കാം. അപ്പോൾ ഫുള്ളായിട്ടൊന്നുമില്ല. ഇപ്പം സൺഡേ വർക്കായതുകൊണ്ട് ഫുൾ വീഡിയോസും മാക്സിമം കവർ ചെയ്യാൻ നോക്കട്ടെ. എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് എനിക്ക് 2 വർക്ക് ഉണ്ടായിരുന്നു. ഒരു ഗിയർ നോബ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഏകദേശം 11 മണിയാളായിട്ടാണ് ഷോപ്പ് ഓപ്പൺ ആയി കേട്ടോ. നമ്മൾ സൺഡേ ആയതുകൊണ്ടും നമുക്ക് നേരത്തെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സൺഡേ നമ്മൾ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യുന്നതായിരിക്കും ഷോപ്പിൽ. MLF മാറ്റോടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സ്വിഫ്റ്റ് 2018 MLF 3730 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ഫുള്ള് ഡൈ മാറ്റാണ്, ഒറ്റ മാറ്റാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഇത് ഒറ്റ മാറ്റാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇതും എല്ലാം കൂടെ ചെയ്യണം നമ്മൾ വണ്ടിക്കകത്ത്. നമ്മൾ ആ സാധാ മാറ്റാണ് കേട്ടോ എന്നെ ചെയ്തത്. ഇങ്ങനെ തൊട്ടിപ്പ് ടൈപ്പ് മാറ്റാണ്. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ MLF ആഡ് ചെയ്യുന്നത്. അതേപോലെ കമ്പനി സ്റ്റീരിയോ ഉണ്ടോ. അപ്പോൾ കമ്പനി സ്റ്റീരിയോ നമ്മൾ ചേഞ്ച് ചെയ്യണം. കമ്പനി സ്റ്റീരിയോ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആൻഡ്രോയിഡിലോട്ട് മാറണം കേട്ടോ. നമ്മൾ സ്റ്റീരിയോ കണക്ടറും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കമ്പനി USB കണക്ട് ചെയ്യാനുള്ള കണക്ടറും അതേപോലെ തന്നെ നമ്മളെ കമ്പനി
ക്യാമറ ആക്ടിവേറ്ററും കാര്യങ്ങളെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ ഒരു കപ്ലെയർ ഉണ്ട്, ഒരു ഗ്രീൻ കളർ കപ്ലെയർ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഈ ഒരു സംഭവം ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്താൽ നമ്മുടെ ക്യാമറയും വർക്കാവും. അപ്പോൾ ക്യാമറ ലൈൻ റിവേഴ്സിൻ്റെ കാര്യം നമുക്ക് ബാക്കിൽ പോയി കണക്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ തന്നെ കപ്ലെയർസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിൽ തന്നെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ചെക്ക് ചെയ്ത് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സീരി കഴിഞ്ഞ് സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ സീരിയൽ അതാണ് അടുത്ത പരിപാടി. അത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് MLF ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ MLF ഫ്ലോർ മാറ്റ് അങ്ങനെ ഫുൾ ആഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചെയ്തിരുന്നത് സാധാ വിനയൽ ടൈപ്പ് തന്നെ, പക്ഷേ സ്റ്റിച്ചിങ് ടൈപ്പാണ്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. സാധാ നമ്മൾ പീസ് മാറ്റൊക്കെ ഇടുന്ന കണക്കാണ് ഇത് ആഡ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ അത് മാറ്റാണ് നമ്മൾ MLF ആക്കിയിരിക്കുന്നത്. MLF ആകുമ്പോൾ ആ പാട്ട് ഇതാ നമ്മൾ സീറ്റ് ബെൽറ്റിൻ്റെയും ഹോളും പിന്നെ നമ്മൾ സീറ്റ് ബെൽറ്റിൻ്റെ അതായത് സെൻസറിൻ്റെ വയർ ആഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ഹോൾ ഇട്ടേക്കുക. എന്നാലും എന്താ ഏകദേശം 2 ഇഞ്ചിന് മുകളിൽ നമുക്ക് വെള്ളം നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് വെള്ളം ഒഴിച്ചാലും വെള്ളം അടിയിലോട്ട് പോകുകയൊന്നുമില്ല. നമ്മളെ മറ്റേ വിനയിലൊക്കെയാണെങ്കിൽ നമ്മളിവിടെ നിന്ന് സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഗം ഒഴിച്ചാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ആ ഗമ്മ് എല്ലായിടത്തും പിടിക്കണമെന്നില്ല. നമുക്കറിയത്തില്ല, പുറമേ നോക്കുമ്പം സ്റ്റിക്കായിരിക്കും, പക്ഷേ ഉൾഭാഗത്ത് അത് സ്റ്റിക്കാവാതെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൂടെ വെള്ളം ഇറങ്ങി അടിയിലത്തെ ഫ്ലോർ മാറ്റ് നശിക്കാനും സ്മെല്ലാവാനൊക്കെ ഒരുപാട് ചാൻസസ് കൂടുതലാണ്. അടിഭാഗത്ത് തുരുമ്പിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് MLF ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിക്കുള്ള ഒരു 80% വെഹിക്കിൾസിന് നമുക്ക് ഈ ഒരു മാറ്റ് അവൈലബിൾ ആണ് കേട്ടോ. 3747 രൂപയാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ MRP വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ, MR പ്രൈസിലല്ല നമ്മൾ ഒരിക്കലും സെല്ല് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഓൾ ഇന്ത്യ ലെവലിൽ ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിങ്ങാണ്. കേരളത്തിന് പുറത്ത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും. അപ്പം വേണമെന്നുള്ളവർ പറഞ്ഞാൽ നമ്മൾ ഷിപ്പിങ്ങും ചെയ്യുന്നതായിരിക്കും കേട്ടോ. മനസ്സിലാ നമ്മളെ ഈ സ്റ്റീരിയോ കേട്ടോ, ഇത് കമ്പനി സ്റ്റീരിയോ ആണ്. ZX+ ഹാർമൺ ബ്രാൻഡിൻ്റെ സ്റ്റീരിയോ ആണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റീരിയോ മാറ്റിയാണ് നമ്മൾ നേരെ ആക്സസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്റ്റീരിയോട്ട് മാറിയത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ റിവേഴ്സ് ക്യാമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള കപ്ലേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ക്യാമ കൂടെ ഇട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ റിവേഴ്സ് ഇട്ട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. റിവേഴ്സ് ക്യാമൊക്കെ പക്ക വർക്കാണ്. അത് ഒറിജിനൽ ക്യാമറ ആണ്. അത് കമ്പനി ആഡ് ചെയ്തിരിക്കുന്ന ക്യാമറ കേട്ടോ. നമ്മൾ എക്സ്ട്രാ വെച്ച ക്യാമറയും കാര്യങ്ങളൊന്നും അല്ല. അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു USB പോർട്ടും വർക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കണക്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് NCS സോങ്സ് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റീരിയോ തന്നെയാണ് കേട്ടോ നമ്മൾ ആക്സിസ് ബ്രാൻഡ്. പിന്നെ നമുക്ക് ഇനി ഇതിനകത്ത് റിയർ റിഫ്ലക്ടർ ആഡ് ചെയ്യാനുണ്ട്. അതും കൂടെ ഉള്ളൂ കേട്ടോ നമുക്ക് വർക്ക്. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. MLF കഴിഞ്ഞ് നമ്മളെ സ്റ്റീരിയോ കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് ബാക്ക് റിഫ്ലക്ടറും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. വണ്ടി ഡിസൈർ ആയതുകൊണ്ട് നമുക്ക് റിഫ്ലക്ടറും ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കമ്പനി റിഫ്ലക്ടർ. അപ്പോൾ നമ്മളെ അടിയത്തെ പീസ് നമ്മളതിൻ്റെ ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് റിഫ്ലക്ടർ. അപ്പോൾ നമ്മളത് ആഡ് ചെയ്യാൻ പോണതാ ഈ സംഭവമാണ് കേട്ടോ. ആരോ ടൈപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ബ്രേക്ക്, പാർക്ക്, ഇൻഡിക്കേറ്റർ, മാട്രിക്സ് ഇൻഡിക്കേറ്ററാണ് കേട്ടോ വരുന്നത് സംഭവങ്ങൾ. നമ്മൾ ഡിസൈറിനകത്ത് ബാക്ക് റിഫ്ലക്ടർ ആഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്ക വണ്ടിക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സ്വിഫ്റ്റിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഡിസൈർ, മാരുതിന് വണ്ടി ഡിസൈർ അങ്ങനെയുള്ള വണ്ടിയിൽ എക്സ്പ്രസ് ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ നമുക്ക് ഈ ലൈറ്റ് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ XL6-നും ബ്രീസൊക്കെ വരുന്നുണ്ട്. പുതിയ ബ്രീസൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓണാക്കിയേ. ബ്രേക്ക് ഔട്ടിയേ, ബ്രേക്ക് ഔട്ട് ചെയ്യടാ. ഇൻഡിക്കേറ്റർ ഓഫ് ആക്കിയിട്ട് പാർക്ക് ഇട്ടേ. ബ്രേക്ക് ഔട്ട് ഓക്കെ. ഇൻഡിക്കേറ്റർ ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടേ. വേണ്ട, നമ്മൾ മാട്രിക്സ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിനകത്ത്. ഇനി ഇതിനകത്ത് വർക്ക് നമ്മൾ MLF സ്റ്റീരിയോ, നമ്മളെ റിഫ്ലക്ടർ, പിന്നെ ഫോഗ് ലാമ്പ് ബൾബും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചിലപ്പം ഇതായിരിക്കും, അതായത് 1 2 3, അത് 1 in 3 ആണ് വരുന്നത്. 3 കളറാണ് കേട്ടോ. 1000 വെച്ചാൽ മതിയാ. അപ്പം കുറഞ്ഞ മോഡലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. LMB എന്ന് പറഞ്ഞ മോഡലിൻ്റെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഫോഗ് ലാമ്പ് ബൾബ്. അതാ ഇതാണ് കേട്ടോ നമ്മുടെ ബൾബ്. അപ്പോൾ ഇത് ഞാൻ കത്തിച്ച് കാണിക്കണമെന്നില്ല, നമ്മൾ സാധാ വൈറ്റ് ബൾബ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമ്മളെ ഡിസൈറിനകത്ത് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് കൂടെ അങ്ങോട്ട് തീരാൻ പോവുകയാണ്. നമ്മൾ കുറേ വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം നമ്മൾ ചെയ്ത വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് കൂടെ കൊണ്ട് തീരുകയാണ് കേട്ടോ.
അപ്പോൾ ഇത് കത്തിക്കുന്ന വീഡിയോസൊന്നും ഞാൻ ഇതിനകത്ത് ചെയ്യുന്നില്ല.